Today I want to turn your attention to Ephesians chapter 3 verses 16 to 20. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ എഫേസ്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 3 അതിന്റെ വാക്യം 16 അധ്യായത്തിലേക്ക് തിരിക്കുന്നു. In the book of Ephesians you can find two times Paul is praying for the Ephesian believers. എഫേസ്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പൗലോസ് എഫേസ്യയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. First prayer is mentioned in the first chapter verse 16 to 20 and the second prayer is mentioned in the third chapter verse 16 to 20. ഒന്നാമത്തെ പ്രാർത്ഥന അധ്യായം 1 16 വാക്യം മുതലും രണ്ടാമത്തെ പ്രാർത്ഥന 3 അധ്യായത്തിൽ 16 വാക്യം മുതലുമാണ്. So the second prayer mainly mentioned with the place God is preparing a dwelling place. ഇവിടെ ഈ രണ്ടാമത്തെ പ്രാർത്ഥനയിൽ കർത്താവ് തനിക്ക് വസിക്കുവാനുള്ള ഒരു മന്ദിരം ഒരു സ്ഥാനം നിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. If you want to study the subject you can just put on a heading for first prayer is the preparational prayer. നിങ്ങളിത് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ തലക്കെട്ടായിട്ട് നിങ്ങൾക്ക് ഒരു ഹെഡിങ് കൊടുക്കാൻ സാധിക്കും. അത് ഫസ്റ്റ് prayer is a preparational prayer and second prayer is a dwelling prayer. ഒന്നാമത്തെ പ്രാർത്ഥന അതൊരു പ്രിപ്പറേഷണൽ പ്രയറും ഒരുക്കത്തിന്റെ പ്രാർത്ഥനയും രണ്ടാമത്തേത് വസിക്കുവാനായിട്ടുള്ള ഒരു ഇടം ഒരുക്കുന്നതിന്റെ പ്രാർത്ഥനയുമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. Here we turning to verse number 16 that he would grant you according to the riches of his glory to be strengthened with the might by his spirit in the inner man. 16 വാക്യം ഇവിടെ വാക്യപ്പെടുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. See, in the 16th words I can point out 4 or 3 points mainly. If you listen carefully the sermon, this is going to build your inner man. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ 4 കാര്യങ്ങൾ പ്രധാനമായിട്ട് എനിക്ക് ഇവിടെ പറയാൻ സാധിക്കും. According to his riches and his glory, God may strengthen your inner man. അവൻ തന്റെ മഹത്വത്തിന്റെ അതായത് കർത്താവ് തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് 16th verse is starting like this he may grant you according to the riches of his glory into your inner man, strengthened enough your inner man so that your inner man being strong enough. 16 വാക്യം ഇവിടെ പറയുന്നത് കർത്താവ് നമുക്ക് തരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് കർത്താവ് തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ അതായത് നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടതിന് തന്റെ ആത്മാവിനാൽ നമ്മളെ ഒരുക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Riches of his glory is ready to strengthen your inner man. തന്റെ മഹത്വത്തിന്റെ ധനം ഇപ്പോൾ ഇവിടെ ഒരുങ്ങി കഴിച്ചിരിക്കുക നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ വേണ്ടി. Repeat again. തന്റെ മഹത്വത്തിന്റെ ധനം അതായത് കർത്താവിന്റെ മഹത്വത്തിന്റെ ധനം നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ വേണ്ടി ഇവിടെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുക. This morning I was asked to the Lord, why you are sending your Holy Spirit to build my inner man? ഇന്ന് രാവിലെ ഞാൻ കർത്താവിനോട് ചോദിക്കുകയുണ്ടായി, കർത്താവേ പരിശുദ്ധാത്മാവിനെ അങ്ങ് എന്തുകൊണ്ടാണ് അയക്കുന്നത് എൻ്റെ അകത്തെ മനുഷ്യനെ പണിയുവാൻ വേണ്ടിയെന്ന്. What is the purpose to strengthen my inner man? എന്താണ് എൻ്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തേണ്ട ആവശ്യം? Then immediately Holy Spirit led me to verse number 17. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ശ്രദ്ധയെ 17 വാക്യത്തിലേക്ക് തിരിച്ചു. That is Christ may dwell in your hearts by faith. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം എന്ന്. So Christ want to dwell in your heart by faith. ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യനിൽ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. In another words, he is preparing a dwelling place. കർത്താവ് തനിക്ക് വസിക്കുവാനുള്ള ഒരു മന്ദിരം ഒരു വാസസ്ഥലം ഒരുക്കുകയാണ്. God is preparing a dwelling place to dwell. ദൈവം തനിക്ക് വസിക്കുവാനുള്ള ഒരു സ്ഥലം നമ്മുടെ അകത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. That dwelling place is not mountains. കർത്താവ് തനിക്ക് വസിക്കുവാനുള്ള ആ മന്ദിരം ഒരു മലയിലോ. That dwelling place is not something prepared by boots or goods. ഒരു തടി കൊണ്ടോ അല്ലെ കല്ലുകൊണ്ടോ പണിത ഒരു ദേവാലയത്തിലല്ല ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത്. God is preparing a place that is my inner man. തനിക്ക് വസിക്കുവാനുള്ള വാസസ്ഥലമായിട്ട് ഒരുക്കുന്നത് എൻ്റെ അകത്തെ മനുഷ്യനെ തന്നെയാണ്. He is preparing a place to dwell that is my inner man. എൻ്റെ അകത്തെ മനുഷ്യനെ തന്നെയാണ് കർത്താവ് തനിക്ക് വസിക്കുവാനായിട്ട് ഒരുക്കുന്ന മന്ദിരം. In another words, he is preparing a place by sending his power. By sending his power, he is preparing a place to dwell him. വേറൊരു വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, തന്റെ ശക്തിയെ അയച്ച് ഒരു സ്ഥലം തനിക്ക് വസിക്കുവാൻ വേണ്ടി ഒരുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. God saying, "You have many mansions to stay."
He have many dwelling place to stay. കർത്താവിന് വസിക്കുവാൻ വേണ്ടി അത് അനേകം വാസസ്ഥലങ്ങളുണ്ട്. That dwelling place or mansions are you and me. ആ അനേകം വാസസ്ഥലങ്ങൾ എന്നിവിടെ പറയുന്നത് നിങ്ങളും ഞാനുമാണ്. That's why he is granting you according to his riches and his glory in your inner man. Be strengthened enough to receive this wonderful Savior in you. അതുകൊണ്ടാണ് കർത്താവ് തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് തന്റെ കൃപ ഇവിടെ തരുന്നത്. Are you ready, people of God? നിങ്ങൾ റെഡിയാണോ ദൈവജനമേ? He is sending his riches and he is sending his glory to prepare your inner man to receive this wonderful Savior. കർത്താവ് തന്റെ മഹത്വത്തിന്റെ ധനവും ആത്മാവിനെ നമ്മുടെ അകത്തെ മനുഷ്യനെ ഒരുക്കുവാൻ വേണ്ടി അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. Hallelujah. He is preparing a dwelling place. തനിക്കൊരു വാസസ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. Verse 17, Christ may dwell in your hearts by faith. 17-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. So this is the purpose. He is sending his glory and riches. തന്റെ മഹത്വം അയക്കുന്നതിന്റെ ആ പ്രാധാന്യം ഇതാണ്, തനിക്ക് വസിക്കുവാൻ ഒരു വാസസ്ഥലം ഒരുക്കുവാൻ വേണ്ടി. By sending his power, he is building a place to dwell. തന്റെ ശക്തി അയക്കുന്ന മുഖാന്തരം കർത്താവ് തനിക്ക് വസിക്കുവാനുള്ള ഒരു വാസസ്ഥലം ഒരുക്കുകയാണ് നമ്മുടെ അകത്ത്. You have received the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. Now the preparation place is over. ഇപ്പോൾ ആ നിർമ്മിക്കപ്പെടേണ്ട സ്ഥലം ആ കാര്യം Preparation is over. ആ നിർമ്മിക്കപ്പെടേണ്ട കാര്യം Now the place is over. ആ സ്ഥലം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. I don't know whether you are tasting or not, the riches of his glory is there inside you. എനിക്കറിയത്തില്ല നിങ്ങൾ രുചിച്ചറിയുന്നുണ്ടോ എന്ന് കർത്താവിന്റെ മഹത്വത്തിന്റെ ധനം നിങ്ങളുടെ അകത്തിരിക്കുന്നത്. That riches of his glory is revealed in Christ Jesus. തന്റെ മഹത്വത്തിന്റെ ധനം ക്രിസ്തുവിൽ വെളിപ്പെട്ടത് അതേത്. According to Colossians 1:26 verse says like this, he is the hope of the glory. കൊളോസ്യർ 1:26 ഇപ്രകാരം പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുവെന്ന്. He is the hope of the glory. He dwells in you. He dwells in you. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുവെന്ന് വചനം He പറയുന്നു. prepared a place in the 16th verse, and after that he is dwelling in your heart by faith. By faith you are receiving Jesus. When you accept Jesus your personal Savior, you are placing Jesus inside you. 16-ാമത്തെ വാക്യത്തിൽ ഇവിടെ പറയുന്നു, തനിക്ക് വസിക്കുവാനുള്ള ഒരു വാസസ്ഥലം കർത്താവ് ഒരുക്കുന്നുവെന്ന്. വീണ്ടും കൊളോസ്യരുടെ ലേഖനത്തിൽ പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിരിക്കുന്നു. അതിന്റെ അർത്ഥം അവൻ വാസസ്ഥലം ഒരുക്കുകയും നിങ്ങളുടെ അകത്ത് വന്ന് വസിക്കുകയും ചെയ്തു. Give glory to Jesus. Hallelujah. 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 The place is ready. He starts dwelling in us. Hallelujah. അവന് വസിക്കേണ്ട വാസസ്ഥലം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. കർത്താവ് വസിക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. That's why every day, every single day you can enjoy the riches of his grace in you. അതുകൊണ്ടാണ് എല്ലാ ദിവസവും കർത്താവിന്റെ മഹത്വത്തിന്റെ ധനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. That's why every day you are tasting his glory in you. എല്ലാ ദിവസവും തന്റെ മഹത്വം By sending his glory, he is preparing a place to dwell. That preparation is over. He start is dwelling in us. He is abiding in us, and you are abiding in him. തന്റെ ശക്തി അയക്കുന്നത് വഴി കർത്താവ് തനിക്ക് വസിക്കുവാനുള്ള ആലയം അല്ലെ തനിക്ക് വസിക്കുവാനുള്ള ആ കൂടാരം നിർമ്മിക്കുകയും അവിടെ വസിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. So verse 16 is a preparation. 16-ാമത്തെ വാക്യം ഒരുക്കലിനെ കുറിച്ചാണ്. Verse 17 is nothing but you are receiving Jesus. 17-ാമത്തെ വാക്യം ഇവിടെ പറയുന്നത് നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിനെ In കുറിച്ചാണ്. another words, you are starting your Christian life. വേറെ ഒരു വാക്യത്തിൽ നമ്മൾ ക്രിസ്തുവിൽ ജീവിതം ആരംഭിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. In the 17th verse, you are starting a new life with Jesus. 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നമ്മൾ പുതിയൊരു ജീവിതം ക്രിസ്തുവിൽ ആരംഭിക്കുന്നതിനെ കുറിച്ച്. Now, in the second part of 17th verse, you can see like this: he is taking you to the depth of his love. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ജീവിക്കണമെന്ന് 17-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം പറയുന്നു. Read with me to verse 17 to 18. That Christ may dwell in your heart by faith, that you being rooted and grounded in love. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും. Now you are rooted and grounded in love. നിങ്ങളിപ്പോൾ സ്നേഹത്തിലാണ് വേരൂന്നിരിക്കുന്നത്. What is this love? എന്താണ് ആ സ്നേഹം? Love is nothing but Jesus himself. സ്നേഹം വേറെ ഒന്നുമല്ല, യേശു ക്രിസ്തു തന്നെയാണ്. When you allow Jesus to dwell in you, he is taking you to the depth of his love. യേശു ക്രിസ്തുവിനെ നിങ്ങളിൽ വസിക്കുവാൻ നിങ്ങൾ അനുവദിക്കുമ്പോൾ സ്നേഹത്തിൽ നിങ്ങൾ തന്നെ വേരൂന്നുകയാണ്. You will understand the depth of his love with all the saints. തന്റെ സ്നേഹത്തിന്റെ ആഴം
നിങ്ങൾ മനസ്സിലാക്കിയാണ് യേശുക്രിസ്തുവിൽ വേരൂന്നുന്നത്. Hallelujah. You may able to comprehend with all the sense, all the saints, what? The breadth, the length, the depth and the height. സ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ നമ്മൾ You ഗ്രഹിക്കുകയാണ്. are not going into it. He is taking you to that. നമ്മൾ അതിലേക്ക് പോകുകയല്ല, കർത്താവ് നമ്മളെ അതിലേക്ക് എടുക്കുകയാണ്. You allowed somebody to dwell in you. നമ്മൾ അനുവദിച്ചു യേശുക്രിസ്തുവിനെ നമ്മുടെ Oh, come on, come on, come on. You received Jesus as your personal savior. നമ്മുടെ രക്ഷകനായിട്ട് യേശുക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചതാണ്. There he is taking you to the depth. കർത്താവ് യേശുക്രിസ്തു തന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ എടുത്തു You കഴിഞ്ഞു. are not going there. He is taking you. നമ്മൾ അങ്ങോട്ട് നമ്മുടെ സ്വയബലത്തിൽ നടന്നു പോകുകയല്ല, കർത്താവ് തന്റെ സ്നേഹത്താൽ കൃപയാൽ നമ്മളെ Now അങ്ങോട്ട് എടുക്കുകയാണ്. I can understand with all the saints what the depth and what the breadth and what the height of his love. How he is leading you to that. സകല വിശുദ്ധന്മാരോട് കൂടെ നമ്മൾ ഇപ്പോൾ ഗ്രഹിക്കുകയാണ് തന്റെ സ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന്. Hallelujah. How is that? How it happened? എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? You allowed Jesus in the 17th verse. നമ്മൾ 17ാമത്തെ വാക്യത്തിൽ ഇവിടെ വായിച്ചു, കർത്താവിനെ നമ്മൾ By faith you അനുവദിക്കുന്നു. accept Jesus. വിശ്വാസത്താൽ നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചു. He started dwelling inside you. നമ്മുടെ അകത്ത് കർത്താവ് വസിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. Now, hallelujah. He is leading you to the depth. ഇപ്പോൾ കർത്താവ് തന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക്. Before that I don't know the depth of his love. ഇതിനു മുമ്പ് എനിക്കറിയത്തില്ലായിരുന്നു കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം If എന്തെന്ന്. I hear a message of love, I will sleep like anything. ഒരു സ്നേഹത്തിന്റെ സന്ദേശം കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുകയായിരുന്നു മുൻപ്. Hallelujah. But now I know what the depth of his love. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം തന്റെ സ്നേഹത്തിന്റെ ആഴം How എന്തെന്ന്. deep it is. എത്ര ആഴമുള്ളതാണതെന്ന്. How breadth it is. എത്ര വീതിയുള്ളതാണെന്ന്. What the height of his അതിന്റെ love. ഉയരം എന്താണെന്ന്. Every single day എല്ലാ ദിവസവും he is guiding me daily to the depth of his തന്റെ love. സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് എന്നെ കൈപിടിച്ച് വഴി നടത്തുകയാണ് എന്റെ യേശു. My enemies are my friends now. എന്റെ ശത്രുക്കൾ ഇന്ന് എന്റെ സ്നേഹിതരാണ്. You know why? നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടെന്ന്? I didn't take any effort from my side. ഞാൻ അതിനു വേണ്ടി ഒരു പരിശ്രമം ചെയ്തില്ല. But when I allow Jesus inside me, എന്നാൽ യേശുക്രിസ്തുവിനെ എന്റെ ഉള്ളത്തിൽ വസിക്കുവാൻ ഞാൻ അനുവദിച്ചപ്പോൾ he is taking me to the depth of his തന്റെ love. സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് He is കർത്താവ് എന്നെ leading me. കൈപിടിച്ച് നടത്തി. How many of you have the same testimony today? നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ സാക്ഷ്യമുണ്ടെന്ന്? Hallelujah. It's Hallelujah. not me, brother. I was not able to go there. I was not willing to go there. But you know, unfortunately or fortunately, I was there for that function. After that, I came to know it's not me. Somebody is pulling me. Somebody is touching me. And somebody is holding me. Someone is pushing me. That's why I was there. ബ്രദറെ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ എത്ര പേര് ഇങ്ങനെ പറയുന്നു? ബ്രദറെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആ യോഗത്തിൽ സംബന്ധിച്ചു. എന്റെ ഇഷ്ടപ്രകാരമല്ല. That function, it may not be a meeting. ആ യോഗത്തിൽ ആ മീറ്റിംഗിൽ ഞാൻ സംബന്ധിച്ചു. May not be a meeting. It's maybe a function. It's a wedding marriage function. ഒരു It's a വെഡിങ് ceremony. മാരേജിൽ ഒരു കല്യാണ ആഘോഷത്തിലോ ഏതെങ്കിലും ഒരു The ആഘോഷത്തിൽ ഞാൻ guy പങ്കെടുത്തു. who was standing before me was my enemy. എന്റെ മുമ്പിൽ നിന്ന് ആ വ്യക്തി എന്റെ ശത്രുവായിരുന്നു. From my knowledge, from my understanding, I cannot love him. But fortunately, unfortunately, I hugged him and I loved him, and I don't know why it happened. Now I know he is leading me to the depth of his love. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആ യോഗത്തിൽ ഞാൻ സംബന്ധിച്ചപ്പോൾ എന്റെ മുമ്പിൽ നിന്ന ശത്രുവിന്റെ അടുത്തേക്ക് ഞാൻ തന്നെ കടന്നു ചെല്ലുകയും ആ ശത്രുവിനെ കെട്ടിപ്പിടിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. പക്ഷെ ഇന്ന് എനിക്കറിയാം തന്റെ സ്നേഹത്തിന്റെ ആഴമാണ് എന്നെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിപ്പിച്ചത്. It's not me, അത് ഞാനല്ലായിരുന്നു, but the person love. ആ ക്രിസ്തു, ആ സ്നേഹമായ ക്രിസ്തുവായിരുന്നു അത്. Love is not a doctrine. സ്നേഹം ഒരു തത്വമല്ല. Love is not an ideology. ഒരു ശാസ്ത്രമല്ല സ്നേഹം. Love is a person. സ്നേഹം ഒരു വ്യക്തിയാണ്. That person is Jesus. ആ വ്യക്തി മറ്റാരുമല്ല, യേശു ക്രിസ്തു. That person is inside you. ആ വ്യക്തി നിങ്ങളുടെ അകത്ത് തന്നെയുണ്ട്. Only a person can pull you. ഒരു വ്യക്തിക്ക് മാത്രമേ നിങ്ങളെ തള്ളിവിടാൻ സാധിക്കത്തുള്ളൂ. Only a person can push you. ഒരു വ്യക്തിക്ക് മാത്രമേ നിങ്ങളെ വലിക്കുവാൻ സാധിക്കത്തുള്ളൂ. This is the personality of love. ഇതാണ് സ്നേഹം എന്ന വ്യക്തിത്വം. That person is guiding you. ആ വ്യക്തി നിങ്ങളെ നയിക്കുകയാണ്. You are not ready to go there, but he is taking you there. നിങ്ങൾ ഒരു പക്ഷേ റെഡി അല്ലായിരിക്കാം അതിന്റെ പുറകെ പോകാൻ. പക്ഷേ Now you are understanding the depth of his love. ഇപ്പോൾ നിങ്ങൾ ആ സ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ച് Oh, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. love is conquering. സ്നേഹം കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. Hallelujah. Verse 18 again. May be able to comprehend with all the saints that the depth, the breadth and the length and the depth of his love.
നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി സ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാൻ. And to know the love of Christ, which passeth all knowledge, all understanding. പരിജ്ഞാനത്തെ കവിയുന്ന സകല ബുദ്ധിയെയും കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകാനും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് This is very important. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Let me start from verse 16. 16-ാമത്തെ വാക്യത്തിൽ ഞാൻ വീണ്ടും തുടങ്ങുന്നു. God is preparing a place. ദൈവം തനിക്ക് വസിക്കുവാനുള്ള ഒരു ആലയം ഒരുക്കുകയാണ്. Now place is ready. ഇപ്പോൾ ആലയം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. To that place you accept Jesus. ആ സ്ഥലത്തിലേക്ക് നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു. By faith in Jesus. വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. You accept Jesus that to dwell in you. യേശുക്രിസ്തുവിനെ നിങ്ങളിൽ വന്ന് വസിക്കുവാൻ വേണ്ടി നിങ്ങൾ അനുവദിച്ചു. By receiving this person Jesus, he started his dwelling in you. യേശുക്രിസ്തു എന്ന ആ വ്യക്തിയെ നിങ്ങൾ സ്വീകരിച്ചപ്പോൾ അപ്പോൾ തന്നെ യേശുക്രിസ്തു നിങ്ങളുടെ അകത്ത് വാസം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. Then he is taking you to the depth. അതിനുശേഷം തന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് യേശു നിങ്ങളെ കൈപിടിച്ചു, to the height, ഉയരങ്ങളിലേക്ക്, to the height and to the breadth, വീതിയിലേക്ക് he is taking you. അവൻ നിങ്ങളെ കൈപിടിച്ച് നടത്തുകയാണ്. Now ഇപ്പോൾ this love or the person Jesus, in verse, if you read again you will understand that verse number 19 again, and the love of Christ which passeth all understanding. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ. Now the love of Christ is passing all my understanding. എന്റെ എല്ലാ അറിവിനെയും എന്റെ എല്ലാ ജ്ഞാനത്തെയും കവിയുന്ന കർത്താവിന്റെ സ്നേഹം. Understanding or the knowledge is the greatest barrier to understand the will of God. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അറിവുകൾ പലപ്പോഴും കർത്താവിന്റെ സ്നേഹത്തെ അറിയുവാനുള്ള തടസ്സമാണ്. It's the greatest barrier. Always knowledge is pulling us back. എപ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവ് നമ്മളെ പുറകോട്ട് തള്ളിവിടുകയാണ്. And the love of Christ always touching you, pulling you, friend, go there and do there. Love of Christ is compelling you to do that. പക്ഷേ കർത്താവിന്റെ സ്നേഹം ഓരോ സമയം നമ്മളെ തള്ളുകയാണ് മുമ്പോട്ട്. നിങ്ങൾ അത് പോയി ചെയ്യ്, നിങ്ങൾ പോയി സ്നേഹിക്ക്. Most of us, the problem with us is we all the time we are moving in our knowledge realm. നമ്മൾ എല്ലാവരും തന്നെ പലപ്പോഴും നമ്മുടെ അറിവിലാണ് സഞ്ചരിക്കുന്നത്. My knowledge says, എന്റെ അറിവ് ഇപ്രകാരം പറയുന്നു. Today I saw that brother. After that I came to know this was my situation. ഞാൻ ഇന്ന് ആ ബ്രദറിനെ കണ്ടു, അതിനുശേഷം ഞാൻ തിരിച്ചറിഞ്ഞു എന്റെ സിറ്റുവേഷൻ ഇതാ, എന്നെ കൊണ്ട് സാധിക്കത്തില്ല. This was the report of the doctor. See this. This is the scanning report. ഇത് ഡോക്ടർ തന്ന സ്കാൻ റിപ്പോർട്ടാണ്. ഇതിലാണ് always people living in the knowledge realm. എപ്പോഴും ജനങ്ങൾ തങ്ങൾക്കുള്ള അറിവിലാണ് ജീവിക്കുന്നത്. You have to think one thing here. What is the knowledge and what is Bible? നിങ്ങൾ ഒരു കാര്യം ഇവിടെ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. എന്താണ് നിങ്ങൾക്കുള്ള അറിവും എന്താണ് ബൈബിൾ പറയുന്നത്? In the temptation of Jesus, the knowledge says Jesus is hungry. Jesus is waiting for the food. He need food. He was fasting for almost 40 days. വേദപുസ്തകത്തിൽ യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ട സമയത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നു യേശുക്രിസ്തു വിശപ്പുള്ളവനായിരുന്നു. He was hungry. 40 ദിവസം ഉപവാസത്തിന് ശേഷം യേശുക്രിസ്തു വിശപ്പുള്ളവനായിരുന്നു. He was waiting for the food. ഒരു ഭക്ഷണം കിട്ടാൻ വേണ്ടി യേശു കാത്തിരിക്കുകയായിരുന്നു. His knowledge says you need food. യേശുക്രിസ്തുവിന്റെ അറിവ് വന്ന് പറഞ്ഞു, നിനക്ക് ഭക്ഷണം ആവശ്യമായിരിക്കുന്നു. Without food you cannot sustain. ഭക്ഷണമില്ലാതെ നിനക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. You are going to die in this wilderness. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകത്തേയുള്ളൂ എന്ന് പറഞ്ഞു. In this wilderness you are going to die. ഈ മരുഭൂമിയിൽ നിങ്ങൾ മരിച്ചു പോകത്തേയുള്ളൂ എന്ന് യേശുക്രിസ്തുവിന്റെ അറിവ്. Knowledge always compelling you to do something in the practical realm or in the practical scenario. നമ്മുടെ അറിവ് പലപ്പോഴും എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അതിനെക്കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ. But remember how Jesus overcome the knowledge. പക്ഷെ നിങ്ങൾ ഇവിടെ തിരിച്ചറിയണം യേശുക്രിസ്തു എങ്ങനെയാണ് ആ മാനുഷിക ജ്ഞാനത്തെ ഓവർകം അല്ലെ ജയിച്ചതെന്ന്. He put the word of God there. യേശു അവിടെ കർത്താവിന്റെ വചനത്തെ അയച്ചു. I am living by the words of Father which come out of the mouth of Father. I live by the word which is coming out of the Father. ഞാൻ പിതാവിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്താലാണ് ജീവിക്കുന്നത് യേശുക്രിസ്തു അവിടെ പറയുകയുണ്ടായി. This is beyond knowledge. ഇത് അറിവിന്റെ അപ്പുറമാണ്. This is beyond understanding. ഇത് അറിവിന്റെ അതിർത്തികൾക്ക് അപ്പുറമാണ്. Maybe your knowledge saying you are sick. ഒരുപക്ഷെ നിങ്ങളുടെ ജ്ഞാനം നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം പറയായിരിക്കും നിങ്ങൾ രോഗിയാണെന്ന്. But Bible says you are healed by the stripes of Jesus. പക്ഷേ വേദപുസ്തകം പറയുന്നു അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന്. You may be saying, brother, I am under debt. സജിത് ബ്രദറെ, ഞാൻ വലിയ കുഴിയിലാണ് കിടക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞിരിക്കാം.
But let me tell you, He is already supplied all your needs according to the riches of His glory. He is able to do that. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്ത് വേണം കർത്താവ് നിങ്ങൾക്ക് എല്ലാം നൽകി കഴിഞ്ഞിരിക്കുന്നു. എല്ലാം. Don't believe your knowledge. നിങ്ങളുടെ അറിവിനെ ഒരിക്കലും വിശ്വസിക്കരുത്. Don't trust in your knowledge. നിങ്ങളുടെ അറിവിൽ വിശ്വസിക്കുകയേ ചെയ്യരുത്. Allow the love of Christ to pass your knowledge. യേശുക്രിസ്തുവിന്റെ സകല ബുദ്ധിയെ കവിയുന്ന സകല പരിജ്ഞാനത്തെയും കവിയുന്ന ആ തന്റെ സ്നേഹത്തെ അനുഭവിക്കുക. Hallelujah. Hallelujah. In my home, brother, the neighbor of mine, one of the right neighbor is a witchcraft person. സജിത് ബ്രദറെ, എൻ്റെ വീടിന്റെ വലതുഭാഗത്തുള്ള വീട്ടിലുള്ള ഞങ്ങളുടെ അയൽവാസി ഒരു മന്ത്രവാദിയാണ് എന്ന് നിങ്ങൾ പറയാം. When I was there, I can feel that brother is a witchcraft person. He is doing witchcraft daily against me for my child education and for my daughter's job and everything. We are going through such a terrible circumstances. ഞങ്ങൾ ആ കുടുംബത്തിലിരിക്കുമ്പോൾ അറിയാം ബ്രദറെ, ആ മന്ത്രവാദി ഞങ്ങൾക്കെതിരായി, ഞങ്ങളുടെ കുടുംബത്തിനെതിരായി, മക്കൾക്കെതിരായി. Come on, it's all knowledge realm. നിങ്ങൾ തിരിച്ചറിയൂ, അത് നിങ്ങളുടെ അറിവ് മാത്രമാണ്. But you are living in a biblical realm. പക്ഷെ നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത് വചനത്തിന്റെ തലത്തിലാണ്. Hallelujah. Hallelujah. Whoever it may be, your neighbor, you are there to give this wonderful Jesus to him. Nothing by any means is going to not hurt you. You are safe in the hand of Jesus. Give a wonderful hand offering to the Lord this morning. നിങ്ങളുടെ അയൽവാസി ആരായിരുന്നാലും ഏത് മന്ത്രവാദിയായിരുന്നാലും നിങ്ങളെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാനും അവന് നൽകുവാനും വേണ്ടിയിട്ടാണ്. Oh, hallelujah. Hallelujah. Allow the love of Christ to pass our knowledge. കർത്താവിന്റെ സ്നേഹത്തെ അനുവദിച്ചാട്ടെ. My knowledge says this and word of God says this. ഒരുപക്ഷെ നമ്മുടെ അറിവ് ഇത് പറയായിരിക്കാം, ഇതുണ്ട് അതുണ്ടെന്ന്. പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നു നീ പൂർണ്ണനാണെന്ന്. When you before you accept something, search the Bible whether it is written there or not. ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പറയുന്നതിന് മുമ്പ്, അനുവദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു നിമിഷം ഈ വചനത്തെ ഒന്ന് പരിശോധിച്ചാട്ടെ. വചനം എന്ത് പറയുന്നു നിങ്ങളെ കുറിച്ചെന്ന്. Maybe you can feel your sickness, but don't believe that sickness. Healing is the truth. Receive the truth and you will be healed by the stripes of Jesus. ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ രോഗം കാണും, പക്ഷേ നിങ്ങൾ വചനം പറയുന്നു, കർത്താവായ യേശുവിന്റെ വചനം പറയുന്നു തന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആ വചനത്തെ അനുവദിച്ചാട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ. Allow the love of Christ to pass your knowledge. യേശുവിന്റെ സ്നേഹത്തെ നിങ്ങൾ അനുവദിച്ചാട്ടെ ആ പരിജ്ഞാനത്തെ കവിയുവാൻ വേണ്ടി. If you allow the love of Christ to pass your knowledge, then you are moving to the fullness of God. He is going to fill you with all fullness of God. നിങ്ങളുടെ പരിജ്ഞാനത്തെ നിങ്ങൾ അനുവദിക്കുവാണെങ്കിൽ, എന്ത് ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളുടെ പരിജ്ഞാനത്തെ ഒന്ന് കവിയുവാൻ വേണ്ടി നിങ്ങൾ അനുവദിക്കുവാണെങ്കിൽ, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവേശുവിൻ സ്നേഹത്തെ അറിവാനും if you know the love of Christ which passes your knowledge, then you are moving to the next realm, that is God is filling you with all the fullness of God. ക്രിസ്തുവിന്റെ സ്നേഹത്തെ നിങ്ങളൊന്ന് തിരിച്ചറിയുകയാണെങ്കിൽ, സകല ബുദ്ധിയെ കവിയുന്ന, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹം നിങ്ങളെ അടുത്ത തലത്തിലേക്ക് എടുത്തുകൊണ്ട് പോകുകയാണ്. That realm is ആ സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ with all the fullness of God. എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും ചെയ്യുന്ന സ്ഥലം. You are filling with all the fullness of God. ദൈവത്തിന്റെ സകല നിറവിനാൽ നിങ്ങൾ നിറയ്ക്കപ്പെട്ടവരാണ്. ആ ഒരു തലത്തിലേക്ക് നിങ്ങളെ എടുത്തുയർത്തും കർത്താവിന്റെ സ്നേഹം. This is the limitation from our side. Our knowledge is not allowing to pass the love. നമ്മുടെ അറിവ് പലപ്പോഴും ഈ സ്നേഹത്തിനെ നമ്മുടെ അറിവിനെ കവിയാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കുന്നില്ല. Knowledge always conquering love. സ്നേഹത്തെ എപ്പോഴും ഈ അറിവ് പിടിച്ചടക്കിക്കൊണ്ടിരിക്കും. But when you allow the love of Christ to pass your knowledge, പക്ഷേ നിങ്ങൾ കർത്താവിന്റെ സ്നേഹത്തെ അനുവദിക്കുമ്പോൾ you are filling with all the fullness of God. Come on. തന്റെ നിറവിനോളം നിങ്ങൾ കവിഞ്ഞൊഴുക തന്നെ ചെയ്യും. He is filling you with all the fullness of God. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നമ്മളെ എത്തിക്കും. എപ്പോൾ നമ്മൾ തന്റെ സ്നേഹത്തെ അനുവദിക്കുമ്പോൾ, നമ്മുടെ ബുദ്ധിയെ ഒന്ന് കവിയുവാൻ. ദൈവത്തിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളൊന്ന് അനുവദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ സ്നേഹം നമ്മുടെ ജ്ഞാനത്തെയും പരിജ്ഞാനത്തെയും കവിയുമ്പോൾ ദൈവത്തിന്റെ എല്ലാ നിറവും എന്നിൽ വെളിപ്പെടും. Filling you with all the fullness of God. എല്ലാ നിറവും. You may be praying for last 7 days for the single fullness. കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ചെറിയ നിറവിന് വേണ്ടിയിട്ട്. He is ready to fill you with all the fullness of God. പക്ഷേ എല്ലാ നിറവിനോളം നിറയ്ക്കാൻ കർത്താവ്. Are you ready? You may be praying for a single fullness.
നിങ്ങളൊരു ചെറിയ പൂർണ്ണതയ്ക്ക് വേണ്ടിയായിരിക്കും പ്രാർത്ഥിച്ചത്. Brother, I want to pray for the sick. ബ്രദറെ, എനിക്ക് രോഗികൾക്ക് വേണ്ടി മാത്രം I പ്രാർത്ഥിച്ചാൽ was praying for that almost last 7 years. 7 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. But remember this, he is ready to grant you with all the fullness of God. പക്ഷെ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ഓർക്കണം, തന്റെ എല്ലാ നിറവിനോളം Receive that message. All. എല്ലാ നിറവിനോളം നിങ്ങൾ പ്രാപിച്ചാട്ടെ, എല്ലാവരും പ്രാപിച്ചാട്ടെ, എല്ലാ നിറവിനോളം. He's receiving with all the fullness of God, which means you are not lacking anything. നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാകത്തില്ല. ആമേൻ. ഒന്നിനും ഒരു കുറവും ഉണ്ടാകത്തില്ല. ആമേൻ. തന്റെ നിറവിനോളം. With all the fullness of God. തന്റെ നിറവിനോളം, എല്ലാ നിറവിനോളം. All the fullness of God means what? ക്രിസ്തു. Come on, translate that, man. ദൈവത്തിന്റെ എല്ലാ നിറവും എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ലാതെ യേശു ക്രിസ്തുവാ. ക്രിസ്തുവിന്റെ ശിരസോളം നമ്മൾ എത്തിക്കും. Amen. Thank you, God. Hallelujah. Today. Amen. Today. ഇന്ന് I can see. എനിക്ക് കാണാൻ സാധിക്കുന്നു. Preparation place. കർത്താവിന് വസിക്കാനുള്ള ആലയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വാസസ്ഥലങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. That is your inner man. അത് നിങ്ങളുടെ അകത്തെ മനുഷ്യനാണ്. Your inner man is ready to receive the fullness of God. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ദൈവത്തിന്റെ എല്ലാ നിറവും സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. Nothing can limit you. ഒന്നിനും നിങ്ങളെ തടയാൻ സാധിക്കത്തില്ല. No. Nothing can stop you. ഇല്ല, ഒരിക്കലും ഒന്നിനും നിങ്ങളെ തടയാൻ സാധിക്കില്ല. You are doing the things from the fullness of God. നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കർത്താവിന്റെ നിറവിൽ നിന്നാണ്. Oh, hallelujah. When you lay your hand on the people, നിങ്ങൾ ജനങ്ങളുടെ മേൽ കരം വെക്കുമ്പോൾ, ഒരു രോഗിയുടെ മേൽ കരം വെക്കുമ്പോൾ, you are just releasing the fullness what you have, what you receive. നിങ്ങളുടെ അകത്ത് നിങ്ങൾ സ്വീകരിച്ച ആ നിറവ്, ആ പൂർണ്ണതയെ നിങ്ങൾ വെളിയിലേക്ക് ഒഴുക്കുകയാണ്. Every gift operation, let me tell you the secret of gift operation. എല്ലാ വരങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിന്റെ രഹസ്യം ഞാൻ നിങ്ങളോട് ആ രഹസ്യം പറയാം. Receive the secret. ശ്രദ്ധിച്ച് കേട്ടാട്ടെ ആ രഹസ്യം എന്തെന്ന്. You know what is the secret? നിങ്ങൾക്കറിയാം എന്താ രഹസ്യം എന്ന്? By receiving Jesus you are full, you are complete. യേശുക്രിസ്തുവിനെ സ്വീകരിച്ച മുഖാന്തരം നിങ്ങൾ പൂർണ്ണരാണ്. You are filled with all the fullness of God. കർത്താവിന്റെ എല്ലാ നിറവിനാലും നിറയ്ക്കപ്പെട്ടവരാണ്. You are not lacking anything. നിങ്ങൾക്ക് ഒന്നിനും കുറവില്ല. You are full and complete. നിങ്ങൾ നിറഞ്ഞവരാണ്, നിങ്ങൾ പൂർണ്ണരാണ്, നിങ്ങൾ പരിപൂർണ്ണരാണ്. You are perfect. നിങ്ങൾ പരിപൂർണ്ണരാണ്. By receiving perfect Jesus. പരിപൂർണ്ണനായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചത് മുഖാന്തരം നിങ്ങൾ ഓരോരുത്തരും പരിപൂർണ്ണരാണ്. By receiving the perfect Jesus, you are perfect today. പരിപൂർണ്ണനായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചത് മുഖാന്തരം ഇന്ന് നിങ്ങൾ ഓരോരുത്തരും പരിപൂർണ്ണരാണ്. Hallelujah. Hallelujah. From there you are going to operate the fullness of God. അവിടെ നിന്നുകൊണ്ടാണ് കർത്താവിന്റെ എല്ലാ പൂർണ്ണതയും നിങ്ങൾ അത് സ്ഥാപിക്കാൻ പോകുന്നത്. By seeing something, you are releasing the fullness of God. നിങ്ങൾ എന്തെങ്കിലും കാണുമ്പോൾ കർത്താവിന്റെ പൂർണ്ണതയെ നിങ്ങൾ അവിടെ വെളിപ്പെടുത്തും. What happened in the second chapter of Acts? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ എന്താണ് അവിടെ നടന്നത്? Peter and John was going for prayer. പത്രോസും യോഹന്നാനും പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയായിരുന്നു. On the way they just released the fullness of God. There was a lame was walking. You know how it happened? It happened by receiving or revealing the fullness of God. പത്രോസും യോഹന്നാനും പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? തങ്ങളുടെ അകത്ത് ലഭിച്ച ആ പൂർണ്ണതയെ വെളിയിലേക്ക് ഒഴുക്കി എന്ത് നടന്നു? Come on. മുടന്തൻ എണീറ്റ് നടന്നു. You are going to the same home. നിങ്ങൾ പോകുന്നത് അതേ വീട്ടിലേക്കാണ്. But you are going to receive revealing the fullness of God in the home, the empty home, the cursed home is going to be the blessed home. You know why? You are releasing the power of God. You are releasing the fullness of God which you received in your heart. ഇന്ന് നിങ്ങൾ തിരിച്ചു പോകാൻ പോകുന്നത് അതേ വീട്ടിലേക്കാണ്, അതേ ഭവനത്തിലേക്കാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം, നിങ്ങളുടെ അകത്ത് പ്രാപിച്ച പരിപൂർണ്ണനായ ക്രിസ്തുവിന്റെ എല്ലാ നിറവിനെയും നിങ്ങൾ അവിടെ പോയി വെളിപ്പെടുത്താൻ പോകുകയാണ്. Hallelujah. I can see that, brother. I can see that. എനിക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നു. Fullness of God is revealing in your house. യേശുക്രിസ്തുവിന്റെ എല്ലാ നിറവും നിങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. In your businesses. നിങ്ങളുടെ തൊഴിലിൽ, നിങ്ങളുടെ വ്യാപാരത്തിൽ. Especially
Those who are involving in the businesses or big deals in this week, let me tell you very frankly, you are going to see the fullness of God in your business. വലിയ വ്യാപാരത്തിൽ ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആൾക്കാരോട് ഞാൻ ഇപ്പോൾ പറയാം, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ പൂർണ്ണത, സകല ബുദ്ധിയും കവിയുന്ന തന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത ഈ ദിവസങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ വെളിപ്പെടാൻ പോവുകയാണ്. People who are watching me online, let me tell you this is your time to reveal. This is your time to demonstrate the fullness which you received in Christ Jesus in you. ഇന്റർനെറ്റിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞങ്ങൾ ഇപ്പോൾ തന്നെ വിളിച്ചു പറയാം, ഇത് നിങ്ങളുടെ സമയമാണ്. ക്രിസ്തുവിന്റെ പൂർണ്ണതയെ പ്രകടിപ്പിക്കുവാൻ, ക്രിസ്തുവിന്റെ പൂർണ്ണതയെ വെളിയിലേക്ക് എടുക്കുവാനുള്ള നിങ്ങളുടെ സമയമാണിത്. No need to wait for Sajid brother to come. സജിത് ബ്രദർ വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കണ്ട. Come on, reveal the fullness which is inside you. നിങ്ങളുടെ അകത്ത് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ആ പൂർണ്ണതയെ വെളിയിലേക്ക് ഒഴുക്കിയാട്ടെ. Come on, receive it, reveal it. അതിനെ പ്രാപിച്ചാട്ടെ, Let it come out. അതിനെ വെളിയിലോട്ടൊന്ന് ഒഴുക്കിയാട്ടെ. Let it go through. അത് നിങ്ങളുടെ കയ്യിലൂടെ ഒന്ന് ചലിക്കട്ടെ. In the name of Jesus. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. If you're ready to do that, നിങ്ങൾ അത് ചെയ്യുവാൻ റെഡിയാണെങ്കിൽ, hallelujah, hallelujah, ഹല്ലേലൂയ. now ഇപ്പോൾ is verse 20. 20-ാം വാക്യത്തിൽ എന്തു പറയുന്നു? Now unto him is able to do exceedingly abundantly above that all we ask or we think, according to the power that is working us. 20-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. Are you ready to receive more than you ask? നിങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞിരിക്കുമെന്നോ നിങ്ങൾക്കുള്ളതിനേക്കാളും? We are living in an asking attitude, asking zone. ചോദിക്കുന്നതിലാണ് നമുക്കിഷ്ടം പലപ്പോഴും. I asked this. ഞാനത് ചോദിച്ചു. Okay, maybe God will give. ദൈവം തരുമായിരിക്കും. Hallelujah. ഹല്ലേലൂയ. When you understand this, നിങ്ങളിത് മനസ്സിലാക്കുമ്പോൾ you will start saying this. No, this is not asking. നിങ്ങളിത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ പറയാൻ സാധിക്കും, ഇല്ല ഇത് ചോദിക്കുന്നതല്ല. This is more than I ask. ഇത് ഞാൻ ചോദിക്കുന്നു. Are you ready to receive more than you ask? നിങ്ങളത് സ്വീകരിക്കാൻ റെഡിയാണോ? ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തപരമായി He is able to do. അവൻ അത് ചെയ്യുവാൻ അവൻ സകലത്തിനും He is able to do in you അത് ചെയ്യുവാൻ കഴിവുള്ളവനാണ്. exceedingly abundantly നനയ്ക്കുന്നതിലും more than we ask അത്യന്തപരമായി or we imagine. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും. Oh, hallelujah. ഹല്ലേലൂയ. What level is this? എന്തൊരു ഉയർന്ന ഒരു സ്ഥാനമാണിത്. My level is asking level. എന്റെ നിലവാരം ചോദിക്കുന്നതായിരുന്നു. Another level is more than I ask, I can maybe think. ഞാൻ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ ചിന്തിക്കാൻ എന്നെക്കുറിച്ച് സാധിക്കത്തില്ലായിരുന്നു. Maybe I can think. എനിക്ക് പക്ഷെ ചിന്തിക്കാൻ സാധിക്കായിരിക്കും. But he is supplying more than I ask or more than I think. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ക്രിസ്തുയേശുവിന്റെ ശക്തിയാൽ കഴിയും. Are you ready to receive more than you ask? നിങ്ങൾ ചോദിക്കുന്നതിലും പ്രാപിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? How many of you ready? നിങ്ങൾ എത്ര പേർ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു? This happens by the fullness of God which you received inside you, that is nothing but Jesus. തന്റെ പൂർണ്ണതയിലാണ് ഇതെല്ലാം നടക്കുന്നത്. He is doing. യേശുക്രിസ്തുവാണ് ഇതെല്ലാം ചെയ്യുന്നത്. He is doing. യേശുക്രിസ്തുവാണ്. You are just resting in him. Come on. It's the time to receive this. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇതെല്ലാം ചെയ്യുന്നത് അവൻ ഒരുവൻ മാത്രം. Oh, he is able to do. അവൻ സകലത്തിനും മതിയായവൻ. He is able to do in your family. നിങ്ങളുടെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ യേശുക്രിസ്തു is able to do in your financial circumstances. സാമ്പത്തിക മേഖലയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അവൻ തയ്യാറാണ്. He is able to do. അവനെ സാധിക്കും. He is able to do. അവൻ സാധിക്കും. He is ready to do. അവൻ ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. More than you ask. നിങ്ങൾ ചോദിക്കുന്നതിലും more than you imagine. നനയ്ക്കുന്നതിലും. Oh, hallelujah. I cannot limit myself from the asking attitude. I cannot limit, brother. എന്നെ തന്നെ ബ്രദറെ ഒരുപക്ഷെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ചോദിക്കുന്ന നിലവാരത്തിൽ നിന്ന്. Hallelujah. Hallelujah. It's more than I ask. ഞാൻ ചോദിക്കുന്നതിനേക്കാളും is more than I think. ഇത് ഞാൻ ചിന്തിക്കുന്നതിനേക്കാളും അധികമാണ്. More than I think. Receive that message. ചിന്തിക്കുന്നതിനേക്കാളും more than you think. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും things are going to happen in your life more than you think. ഈ ദിവസങ്ങളിൽ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും അധികമായി. Yes. How many of you are receiving that? Hallelujah. Things are going to happen more than you ask, more than you even think. I never
thought of that, brother. I don't know how it happened. It's just wonderful. Yes, it's wonderful. By the wonderful Savior that you received in your heart. ഈ ദിവസങ്ങളിൽ നിങ്ങൾ വന്ന് പറയും, ബ്രദറെ എനിക്കറിയത്തില്ല ഇത് എങ്ങനെ സംഭവിച്ചത്. ഞാൻ ചോദിച്ചതിനേക്കാളും ഞാൻ ചിന്തിച്ചതിനേക്കാളും വലിയത് എന്റെ ജീവിതത്തിൽ നടന്നു ബ്രദറെ. Jesus' name. In Jesus' name. യേശുക്രിസ്തുവിന്റെ In നാമത്തിൽ. Jesus' name. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. In Jesus' name. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. I never asked to the Lord for that company. I just asked to the Lord for a increment of my salary. എനിക്ക് ആ കമ്പനിയിലെ ജോലിക്ക് വേണ്ടി കർത്താവിനോട് ചോദിച്ചില്ല. I never asked to the company. ഞാൻ ആ കമ്പനിയോട് ഞാൻ ഒരു റിക്വസ്റ്റ് ലെറ്റർ അയച്ചില്ല എൻ്റെ ശമ്പളത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ആ ഒരു ഇൻക്രിമെന്റ് കാര്യത്തിന് വേണ്ടിയിട്ട്. ഇതിന് അവന് അപ്പുറത്താ പൊന്നുമോനെ, പൊൻകുന്നത്തെ ഇതിന് അപ്പുറത്താ. ഞാൻ ആ കമ്പനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതല്ല. ആ കമ്പനി ജോലി ചെയ്യുന്ന എനിക്ക് ഇച്ചിരി ഒരു സാമ്പത്തികത്തിൽ ഒരു കയറ്റം കിട്ടാൻ വേണ്ടിയാ ഞാൻ ചോദിച്ചേ. പക്ഷെ എന്റെ ദൈവം തന്നപ്പോ ആ കമ്പനി തന്നെ എനിക്ക് തന്നു. I never asked for that company. ഞാൻ ആ കമ്പനി ചോദിച്ചില്ലായിരുന്നു. I was asking daily to the Lord, Lord, I need an increment. കർത്താവേ എൻ്റെ ശമ്പളത്തിൽ ഒരു കുറച്ച് വർധന താ കർത്താവേ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. But one day he has granted me with that company. പക്ഷേ ഒരു ദിവസം ആ കമ്പനി മൊത്തമായിട്ട് എനിക്ക് എൻ്റെ യേശുക്രിസ്തു തന്നു. Hallelujah. In the name board, I saw my name as the owner of that company. I just wondered, and I came to know this happened by the power of Christ. That is done in us. It's more than I ask. It's more than I നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ക്രിസ്തുയേശുവിന്റെ നിറവിനാലാണ് ഇത് സാധിക്കുന്നത്. ഇത് സാധിക്കുന്നത് ക്രിസ്തുയേശുവിന്റെ നിറവിനാലാണ്. ആമേൻ. I may be staying in Changanasheri. I may be staying in Changanasheri. ഞാൻ ചങ്ങനാശ്ശേരിയിലായിരിക്കും താമസിക്കുന്നത്. I may be a local. ഞാനൊരു സാധാരണക്കാരനായിരിക്കാം. I may be a layman. ഞാനൊരു ചങ്ങനാശ്ശേരിയിൽ സാധാരണ ഒരു തൊഴിലാളിയായിരിക്കാം. കൂലിയായിരിക്കാം. But what I am going to receive പക്ഷെ ഞാൻ is സ്വീകരിക്കാൻ not according to the standard of Changanasheri. ചങ്ങനാശ്ശേരി സ്റ്റാൻഡേർഡ് കാരണമല്ല ഞാൻ സ്വീകരിക്കാൻ പോകുന്നത്. ആ സ്റ്റാൻഡേർഡിന് ഒത്തവതമല്ല ഞാൻ സ്വീകരിക്കാൻ പോകുന്നത്. According to the riches of his glory. തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ഞാൻ സ്വീകരിക്കുന്നത്. Are you ready? Hallelujah. Are you ready? Before writing the exam, you can say your success. You know why? നിങ്ങൾ ഒരു പരീക്ഷ എഴുതുന്നതിന് മുമ്പ് നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയാവോ? Hallelujah. You are not living in a apply life. You are living in a supply life. You live in supply. എന്തെങ്കിലും തരുന്നത് കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തിലല്ല നിങ്ങൾ ജീവിക്കുന്നത്. എല്ലാം You are സമൃദ്ധിയായി. not servants. നിങ്ങൾ You are വേലക്കാരല്ല. sons and daughters. നിങ്ങൾ മക്കളാണ്. പിതാവിന്റെ മക്കളാണ്. സ്വന്തം ജനമാണ്. Hallelujah. It's more than I ask. ഞാൻ ചോദിച്ചതിനേക്കാളും അധികമായി. I never thought I will be a preacher. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഞാനൊരു പ്രസംഗികനാകും. Will you thought of that? You will be translating? ഒരിക്കലുമില്ല. Never. Translate ചെയ്യടോ സാർ. Never. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തെങ്കിലും ഈ ദൂതിനെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ പരിഭാഷപ്പെടുത്തുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? I never thought of that. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. But now I know. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം. This is more than I asked. ഇത് ഞാൻ ചോദിച്ചതിനേക്കാളും അധികമാണ്. This is more than I think. ഞാൻ ചിന്തിച്ചതിനേക്കാളും അധികമാണ്. Are you ready? നിങ്ങൾ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. In your family, നിങ്ങളുടെ കുടുംബത്തിൽ, in your children, നിങ്ങളുടെ കുട്ടികളുടെ മേൽ, in your circumstances, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ, oh, in your oppositions, നിങ്ങളുടെ സ്ഥാനങ്ങളിൽ, in your positions, നിങ്ങളുടെ സ്ഥാനങ്ങളിൽ, ജോലി സ്ഥാനങ്ങളിൽ, get ready to receive more than you ask or you imagine. ചോദിക്കുന്നതിലും നിരക്കുന്നതിലും അത്യന്തപരമായ കാര്യങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങിക്കാട്ടെ ഇപ്പോൾ തന്നെ. People are receiving that message right now. ഇപ്പോൾ തന്നെ പ്രാപിച്ചോ. People are receiving that message. സ്വീകരിച്ചോ. Many of you are receiving that message. നിങ്ങൾ എത്ര പേര് Take it. Give a wonderful clap offering to the Lord. കരങ്ങളെ തട്ടി കർത്താവ് നന്ദി പറഞ്ഞാട്ടെ. Oh, you can do better. You can do better. As Grace Community Fellowship, as a prophecy, let me tell you to the leaders. ഗ്രേസ് കമ്മ്യൂണിറ്റിയിലുള്ള ശുശ്രൂഷകരോട് ഞാനിത് പ്രവചനമായി പറയാൻ പോവുകയാണ്. Things you are receiving is more than you imagine or more than you think. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് നിങ്ങൾ സംഭവിക്കാൻ പോകുന്നത്.
You will travel to the nations and nations. രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് നിങ്ങൾ സഞ്ചരിക്കും ക്രിസ്തുവിന്റെ വചനവുമായി. You may be saying, brother, I don't have passport. നിങ്ങൾ ഒരു പക്ഷേ പറയാം, സജിത് ബ്രദറെ എനിക്ക് പാസ്പോർട്ട് ഇല്ല എന്ന്. Jesus. യേശു. Hallelujah. ഹല്ലേലൂയ. He is able to do. അവൻ സകലത്തിനും He മതിയായവനാ. is able to do. അവൻ സകലത്തിനും മതിയായവനാ. He is able to do. അവൻ സകലത്തിനും മതിയായവനാ. He is all your limitations. Oh, in the name of Jesus, here I break the power of limitations. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മനസ്സിന്റെ ഇടുക്കങ്ങളെ ഞാൻ ഇപ്പോൾ തന്നെ ഉടക്കുകയാണ്. All knowledge realm being destroyed right now. മനസ്സിന്റെ ഇടുക്കങ്ങൾ വ്യാപരിക്കുന്ന ആ തലങ്ങൾ ഉടയട്ടെ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ. let your people receive more than they ask. ഇപ്പോൾ തന്നെ കർത്താവേ, അങ്ങയുടെ ജനം അവർ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി പ്രാപിക്കട്ടെ. ഇപ്പോൾ തന്നെ അവർ പ്രാപിക്കട്ടെ. Let them see. അവർ അത് കാണട്ടെ ഇപ്പോൾ തന്നെ. Oh, come on. Lift your both hands towards heaven. കരങ്ങളെ ഉയർത്തി, രണ്ട് കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ. Speak to the Lord in prayer. കർത്താവിനോട് സംസാരിച്ചേ. If you want to stand up with me, you can stand up. എന്നോടൊപ്പം ചേർന്ന് എണീറ്റ് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് എണീറ്റ് നിൽക്കാം ഇപ്പോൾ Oh, തന്നെ. come on. People, രണ്ട് കരങ്ങളെ ഉയർത്തി. come on, speak to the Lord in prayer. കർത്താവിനോട് സംസാരിച്ചേ. I am receiving more than I ask. ഞാൻ ചോദിക്കുന്നതിനേക്കാൾ ഞാൻ പ്രാപിക്കുവാന്ന് പറഞ്ഞേ, വിളിച്ചു I am പറഞ്ഞേ. receiving more than I ask. ഞാൻ ചോദിക്കുന്നതിനേക്കാൾ അധികമായി, Or more than I imagine. ഞാൻ ചിന്തിക്കുന്നതിലും അധികമായി I know it's going to happen. എനിക്കറിയാം അത് ഇപ്പോൾ തന്നെ സംഭവിക്കാൻ പോകുകയാണ്. Not by my power. എന്റെ മനസ്സിന്റെ ശക്തിയല്ലത്. Not by my might. എന്റെ മനസ്സുകൊണ്ടല്ല. He is able to do. അവൻ സകലത്തിനും മതിയായവനാണ്. He is able to do. അവൻ ഇത് ചെയ്യാൻ പ്രാപ്തനാണ്. He is able to do. അവൻ ഇത് ചെയ്യാൻ പ്രാപ്തനാണ്. He is doing in me. അവനാണ് എന്നിൽ അത് പ്രവർത്തിക്കുന്നത്. He is doing in me. അവനാണ് എന്നിൽ അത് ചെയ്യുന്നത്. I am just resting in him. ഞാൻ അവനിൽ വിശ്രമിക്കുകയാണ്. He is doing in me. അവനാണ് എന്നിൽ അത് ചെയ്യുന്നത്. ഞാൻ അവനിൽ വിശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. Lift your both hands. രണ്ട് കരങ്ങളെയും ഉയർത്തി. Speak to the Lord in prayer. കർത്താവിനോട് സംസാരിച്ച് പ്രാർത്ഥിച്ച്. Speak to the Lord in prayer. കർത്താവിനോട് സംസാരിച്ച് എല്ലാവരും. Ask to the Lord in prayer. കർത്താവിനോട് പ്രാർത്ഥിച്ച്. Lord, പിതാവേ, here I am sacrificing my knowledge realm. ഞാൻ എന്റെ ബുദ്ധിയുടെ തലത്തെ ഇവിടെ ബലിയർപ്പിക്കുന്നു പിതാവേ എന്ന് എല്ലാവരും Here പ്രാർത്ഥിച്ചു. I am sacrificing my knowledge realm. ഞാൻ എന്റെ ബുദ്ധിയുടെ തലത്തെ ഇവിടെ സമർപ്പിക്കുന്നു അങ്ങയുടെ I am മുമ്പിൽ. allowing the love of Christ അങ്ങയുടെ സ്നേഹത്തിനെ ഞാൻ അനുവദിക്കുന്നു എന്റെ to ജീവിതത്തിൽ. pass my knowledge. എന്റെ ബുദ്ധിയെ കവിയുവാൻ No knowledge can limit me. ഒരറിവിനും എന്നെ തടയാൻ സാധിക്കത്തില്ല. Unlimited knowledge I am receiving from above. തടയുവാൻ കഴിയാത്ത വിധം അത്ര വലിയ ശക്തി, അത്ര വലിയ സ്നേഹം എന്റെ ബുദ്ധിയെ കവിയട്ടെ. This is the time to receive. കർത്താവിന്റെ ശക്തിയെ പ്രാപിക്കുവാനുള്ള സമയമാണിത്. This is the time to realize. ഇപ്പോൾ തിരിച്ചറിയുവാനുള്ള സമയമാണ്. This is the time to realize. ഇപ്പോൾ തിരിച്ചറിയുവാനുള്ള Come സമയമാണ്. on. തിരിച്ചറിഞ്ഞാട്ടെ. Come on. തിരിച്ചറിഞ്ഞാട്ടെ. Something is going to take place right now. വലിയ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നടക്കുകയാണ് ഇവിടെ. Miracles and miracles you are receiving right now. അത്ഭുതങ്ങൾക്ക് മേൽ അത്ഭുതങ്ങൾ നിങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ Your തന്നെ. time has come. നിങ്ങളുടെ സമയം വന്നിരിക്കുന്നു. Your hour has come. നിങ്ങളുടെ മണിക്കൂർ വന്നിരിക്കുന്നു. Your hour has come. നിങ്ങളുടെ മണിക്കൂർ വന്നിരിക്കുന്നു. This is your day. ഇത് നിങ്ങളുടെ ദിവസമാണ്. Don't limit yourself. നിങ്ങളുടെ ചിന്തകളെ ഇടുക്കരുത്. Don't limit yourself. നിങ്ങളെ തന്നെ ഇടുക്കരുത്. He is doing. അവൻ പ്രവർത്തിക്കുകയാണ്. അവൻ പ്രവർത്തിക്കുകയാണ്. Something supernatural. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. More than you ask. നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ വലിയ Natural is going to be turned to the supernatural. സാധാരണമായ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അസാധാരണമായ തലങ്ങളിലേക്ക് മാറുവാൻ പോകുകയാണ്. No more naturals. ഇനി സാധാരണ കാര്യങ്ങളുടെ കാലം കഴിഞ്ഞു. Supernatural are starting. അസാധാരണമായ അത്ഭുതങ്ങളുടെ കാലം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. In the name of Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ Let finance be progressed. സാമ്പത്തികം ഇപ്പോൾ തന്നെ ഉയർച്ച പ്രാപിക്കട്ടെ. Let financial stage being increased. സാമ്പത്തികം ഇപ്പോൾ തന്നെ ഉയർച്ച പ്രാപിക്കട്ടെ. In the name of Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ He is able to do. അവൻ അത് ചെയ്യാൻ സാധിക്കും. That's why he is doing now. അതുകൊണ്ട് അവൻ ഇപ്പോൾ തന്നെ അത് പ്രവർത്തിക്കാൻ He തുടങ്ങി. is doing now. ഇപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He is doing. യേശു അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Call upon his name. അവന്റെ നാമത്തെ വിളിച്ചാട്ടെ. Call upon his name. യേശുവേ, Oh. യേശുവേ, 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 Oh. യേശുവേ, Oh. യേശുവേ. Thank you, Jesus. നന്ദി
യേശുവേ, Thank you, Jesus. നന്ദി യേശുവേ, Thank you, Jesus. നന്ദി യേശുവേ. When this paragraph was started, ഈ അധ്യായം ഇവിടെ തുടങ്ങിയപ്പോൾ, ഈ പാരഗ്രാഫ് തുടങ്ങിയപ്പോൾ, ഈ പാരഗ്രാഫ് ഇവിടെ തുടങ്ങിയപ്പോൾ, you are in asking level. നിങ്ങൾ ചോദിക്കുന്ന ഒരു മണ്ഡലത്തിലാണ് നിന്നത്. But when you end with this paragraph, പക്ഷേ ഈ പാരഗ്രാഫ്, ഈ പകുതി ഇവിടെ തീരുമ്പോൾ, this is more than you ask. ഇത് നിങ്ങൾ ചോദിക്കുന്നതിനേക്കാളും അധികമായി, more than you think. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും അധികമായി He is doing in you. നിങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He is doing in you. നിങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Christian life is not you are doing. Christian life is you are resting and He is doing in you. ക്രിസ്തീയ ജീവിതം നിങ്ങൾ എന്തോ ചെയ്യുന്നതല്ല, പക്ഷേ ക്രിസ്തീയ ജീവിതം നിങ്ങൾ അവനിൽ വിശ്രമിക്കുകയും അവൻ നിങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. He is doing in you. അവനാണ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. Exceedingly, യേശുക്രിസ്തു അധികമായി, abundantly, more than you ask or you imagine. നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായിട്ടാണ് അവൻ ചെയ്യുന്നത്. ധൈര്യമോടെ സ്വീകരിച്ചോ. കാര്യങ്ങൾ പിടിവിട്ടു പോവുക. ആമേൻ. കാര്യങ്ങൾ പിടിവിട്ടു പോവുക. ആമേൻ. നിങ്ങളുടെ കൈ നിൽക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് നിൽക്കത്തില്ല. നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് നിൽക്കത്തില്ല. നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് നിങ്ങൾക്കൊരു കണക്ക് കൂട്ടലില്ലേ? അതല്ല സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ചോദിക്കുന്നതിലോ നിങ്ങളുടെ മകളെ പറ്റി, നിങ്ങളുടെ മകനെ പറ്റി, നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ പറ്റി, He is able to do. അവൻ സകലത്തിനും മതിയായവനാ. He is able to do. നിങ്ങളിലെല്ലാം പൂർത്തിയാക്കാൻ അവൻ He is മതിയായവനാ. doing, brother. അവൻ ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഹോദരാ. You are receiving that. നിങ്ങൾ അതിപ്പോൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. More than you imagine. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ More than അധികമായി, you think. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അധികമായി You are receiving, brother. നിങ്ങൾ ഇപ്പോൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് In സഹോദരാ. the name of Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. No need to wait anything to come from outside. വെളിയിൽ നിന്ന് എന്തോ വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കണ്ട. He is inside you. അവൻ നിങ്ങളുടെ അകത്ത് തന്നെയുണ്ട്. He is inside you. മഹത്വത്തിന്റെ പ്രത്യാശാകർഷ നിങ്ങളിലായിരിക്കുന്നത്. You may not be a Christian or maybe a Christian. That's not a matter. നിങ്ങളൊരു ക്രിസ്ത്യാനി അല്ലായിരിക്കാം, അതൊന്നും ഇവിടെ പ്രശ്നമല്ല. But those who believe will receive Him. പക്ഷേ വിശ്വസിക്കുന്നവർ അത് പ്രാപിക്കുക തന്നെ ചെയ്യും. But those who receive will receive Him. നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ Those who believe will receive them. വിശ്വസിക്കുന്നവർ പ്രാപിക്കും ഇപ്പോൾ തന്നെ. In the name of Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. He is taking you to the next realm of your life. Come forward, come forward. Want to pray for you. Come first, come first. Want to pray for you. Come forward. No need to take it out. You can come forward, no problem. You can come forward. Oof. I have a prophecy towards you. It's nothing but my God is going to fill you with all the fullness of God. From today onwards, you are going to see more than you imagine. നിങ്ങൾ ചിന്തിക്കുന്നതിലേക്ക് അധികമായി. Nothing from outside. ഒന്നും വെളിയിൽ നിന്ന് വരുന്നതല്ല. He അവൻ is doing in you. അവനാണ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. You are receiving the touch of God. ഇപ്പോൾ നിങ്ങൾ പ്രാപിക്കുകയാണ് കർത്താവിന്റെ. Receive. കർത്താവ് നിങ്ങളെ തൊടുകയാണ്. Receive. പ്രാപിച്ചു. Receive. പ്രാപിച്ചു. That man is receiving. യേശുവിന്റെ നാമത്തിൽ. That man is receiving. That man is receiving. ആ മനുഷ്യനെ സ്വീകരിച്ചു. That man is filling with the power of God. ആ സഹോദരൻ കർത്താവിന്റെ ശക്തിയെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. Man is receiving the power of God. യേശുവിന്റെ ശക്തിയെ ഇപ്പോൾ തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദരൻ. You too, brother. You are receiving the power of God. ബ്രദറെ, നിങ്ങളും You are receiving the power of God, brother. നിങ്ങൾ കർത്താവിന്റെ ശക്തിയെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. It's more than you ask. നിങ്ങൾ ചോദിക്കുന്നതിനേക്കാളും Come fast. മുമ്പോട്ട് വന്നാട്ടെ. Oh, the power of God is going to hit your body. Come this way. Come this way. Come on. Power of God is going to hit your body. It's more than you imagine. It's more than you ask. God is filling you with this power to evangelize the whole nation of Germany. പണ്ടൊക്കെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് സായിപ്പന്മാർ വന്നാ ഇവിടെ പരിപാടി നടത്തിക്കൊണ്ടിരുന്നേ. ഇപ്പൊ കാലം മാറി മോനെ. പന്ത് ഞങ്ങളുടെ കോർട്ടിലായിപ്പോ.
പന്ത് ഞങ്ങളുടെ കോർട്ടിലായി ഇപ്പം. ഇന്ത്യയിലെ സായിപ്പന്മാരാ ഇനി കേരളത്തിൽ നിന്ന് പോകാൻ പോകുന്നത്. You are receiving something supernatural. Get ready for that. Father, I anoint him with the fullness of God. Let it be a testimony for many in Jesus' mighty name. Take it. Woo! He's receiving that. Woo! He's receiving. He's receiving. He's receiving. That person is receiving that. He's receiving that. Give a wonderful clap offering, Jesus. Nothing can stop you. ഒന്നിനും നിങ്ങളെ തടഞ്ഞു വെക്കാൻ സാധിക്കില്ല. Nothing can stop you. ഒന്നും നിങ്ങളെ തടയത്തില്ല. You know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? You live in supply. നിങ്ങൾ Not ലഭിക്കുന്നതിൽ in apply. നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതിലല്ല ജീവിക്കുന്നത്, നിങ്ങൾക്ക് ലഭിച്ചതില്ല. നിങ്ങൾ You will receive. നിങ്ങൾ പ്രാപിച്ചു. You will receive. നിങ്ങൾ പ്രാപിക്കും. More than you imagine. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അധികമായി. You know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? The Christ inside you is. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ആമേൻ. In Jesus' name. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. In Jesus' name. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. In Jesus' name. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. കൈവിട്ട് പോവാ കാര്യങ്ങള്. ചോദിക്കുന്നിടത്തൊന്നും നിൽക്കുകയല്ല മോനെ രാജൻ. ചോദിക്കുന്നിടത്തൊന്നും നിൽക്കത്തില്ല മോനെ. ചിന്തിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കത്തില്ല മോനെ. പിടിവിട്ട് പോകാൻ പോവാ. 250 രൂപ ആഴ്ചയിലെ മാസത്തെ കിട്ടി അറ്റപ്പറ്റ പോകുന്ന പരിപാടി തീരാൻ പോവാ. ധാരാളം വാരി വിതറി കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുവാൻ. ഓ, 6ാമത്തെ പ്രാവശ്യം വാടക വീടിന്റെ ഉടമസ്ഥൻ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് നോക്കാൻ ഒരു വീടില്ലേ, നിങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു പുരയിടയില്ലേ? പൊന്നു മോനെ, നീ കാണുവടാ, വീട് കയറി താമസിച്ച് നിന്നെയും വിളിക്കുവടാ. ഇത് ചിന്തിക്കുന്നതിനപ്പുറത്താ, ഇത് ചോദിക്കുന്നതിനപ്പുറത്താ. ഓ, God, He reigns from heaven above with the wisdom power. Love our God is an awesome God. Our God is an awesome God. He reigns from heaven above with the wisdom ചോദിക്കുന്നതിലും Love our God is an awesome God. ചോദിക്കുന്നതിലും അടുത്തിരിക്കുന്ന ഒരാളുടെ കരം പിടിച്ച് അവരെ ധൈര്യപ്പെടുത്തി പറഞ്ഞ്, ചോദിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കുകയില്ല, ചിന്തിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കുകയില്ല. മന്ദബുദ്ധിയായ ആ മകനെ നോക്കിയിട്ട് പറ, എന്റെയും നിന്റെ വീട്ടുകാരുടെയും നിന്നെ നോക്കി അയൽവക്കംകാര് പറയേ, നിന്റെ സ്കൂളിലത്തെ സാറ് പറഞ്ഞിടത്ത് കാര്യം നിൽക്കുകയല്ല മോനെ. പിടിവിട്ടുപോയി കഴിഞ്ഞു. ഓ, നിങ്ങളിങ്ങനെ കൈ തോമസ് ബ്രദർ ഇങ്ങനെ കൈ കൊടുത്തോണ്ടിരിക്കും, ആ മനുഷ്യന്റെ മേലെ കറണ്ട് കയറിക്കൊണ്ടിരിക്കും. You are receiving the supernatural power of oh, he's receiving. That man is receiving. That man is receiving. Oh, this is awesome. He is receiving something awesome. Yeah. It's coming. Take it. Oof. Take it. ഈ മകന്റെ മേലേക്ക് കർത്താവിന്റെ ശക്തി അടിച്ചോണ്ടിരിക്കുക കണ്ടേ. അവന്റെ മേലേക്ക് ദിവ്യ മഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുക. തോമസ് ബ്രദർ ഇങ്ങനെ കയ്യിലോട്ട് പിടിക്കുമ്പോഴത്തേനും കരണ്ട് പാസ് ചെയ്യും. He is able to do. He is able to do. എല്ലാം ചെയ്യുവാൻ അവന് കഴിയും. He is able to do. പ്രവർത്തിക്കാൻ അവന് സാധിക്കും. He is able to do. അവൻ സകലത്തിനും My Jesus is able to do. എൻ്റെ യേശു എല്ലാം ചെയ്യുവാൻ സാധിക്കുന്നവനാണ്. He is able to do. എല്ലാം അവന് ചെയ്യാൻ സാധിക്കും. Exceedingly. ചോദിക്കുന്നതിലും Abundantly.
more than you ask. നിങ്ങൾ ചോദിക്കുന്നതിലും അത്യന്തപരമായി, നനയ്ക്കുന്നതിലും അത്യന്തപരമായി, ചിന്തിക്കുന്നതിലും അധികമായി, ചിന്തിക്കുന്നതിലും അത്യന്തപരമായി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ഒരാളോട് പറഞ്ഞേ, കണക്കുകൂട്ടലൊക്കെ തെറ്റും. പറഞ്ഞേ, പിടിച്ചാ കിട്ടുകയില്ല, പിടിച്ചാ കിട്ടുകയില്ല, പിടിച്ചാ കിട്ടുകയില്ല, പിടിച്ചാ കിട്ടത്തില്ല. പിടിച്ചാ കിട്ടുകയില്ലാത്ത പരുവത്തിലേക്ക് കാര്യങ്ങൾ പോവുക. പിടിച്ചാ കിട്ട ഞങ്ങളുടെ ഫോട്ടോയിലെ ജീസസിനെ പോലെ ഇരിക്കുന്നു. You exactly look like our Jesus in the photo. Wow, beautiful. സുന്ദരനാ. Hallelujah. Hallelujah. Our Jesus is here. നമ്മുടെ യേശു ഇവിടെയുണ്ട്. ഇന്നുണ്ടല്ലോ ഈ പുറകിലോട്ടൊക്കെ ഭയങ്കരമായിട്ട് ചോദിക്കുന്നതിനപ്പുറത്തുള്ള പകർച്ച നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് അങ്ങോട്ട് നടന്നു വരാൻ വയ്യ, പക്ഷെ മഹത്വം അങ്ങോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുക. കൃപ അങ്ങോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുക. നിറവ് അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? നിറവ് അങ്ങോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുക. ണ്ടല്ലോ ആരൊക്കെയോ ആ പുറകിൽ ആ ഭാഗങ്ങളിൽ ഭയങ്കരമായിട്ട് സൗഖ്യങ്ങൾ നടന്നുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ പൊട്ടുന്നു. വോളണ്ടിയേഴ്സ് ഓടിച്ചെല്ലുക. അവിടേക്ക് വലിയ മഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഭയങ്കര ഗ്ലോറി അവിടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഭയങ്കര ദൈവ മഹത്വം. ഒന്നോ രണ്ടോ പത്തോ പേരല്ല ഇന്ന് സൗഖ്യമാകുന്നേ. ആ കവിതയുടെ മേൽ ദൈവശക്തി അടിച്ചോണ്ട് എന്നെ പിടിച്ചോ. ഇതിനിടയിലൂടെ എങ്ങനെ എനിക്ക് നടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുപോലെ ജനം ഇവിടെ വന്നിരിക്കുക. പക്ഷെ കർത്താവ് ഇന്ന് പലരെയും തൊട്ടുകൊണ്ടിരിക്കുക. ദൈവ മഹത്വം പലരുടെ മേലും വന്ന് അടിച്ചോണ്ടിരിക്കുക. കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. കൈവപ്പ് കൂടാതെ തളർന്നവർ ചാടി എഴുന്നേക്കാൻ പോവുക. കൈവപ്പ് കൂടാതെ തളർന്നവർ ചാടി എഴുന്നേക്കാൻ പോവുക. പുറകിലേക്ക് ആ ദൈവശക്തി അടിച്ചോണ്ടിരിക്കുന്നു. പലതിന്റെ മേലും അത് വീണോണ്ടിരിക്കുന്നു. സ്വീകരിച്ചോ. അവിടേക്ക് ചോദിക്കുന്നിടത്ത് നിൽക്കുന്നില്ല. കണക്കുകൂട്ട് നടന്ന് നിൽക്കുന്നില്ല. കണക്കുകൂട്ട് നടന്ന് നിൽക്കുന്നില്ല. ചിന്തിക്കുന്നിടക്ക് നിൽക്കുന്നില്ല. ചിന്തിക്കുന്നിടത്ത് നിൽക്കുന്നില്ല. ഇവന്റെ വല്ല പകർച്ച വീഴുകയാ. ആ മകന്റെ വല്ലത് വീഴുകയാ. ചിന്തിക്കുന്നിടത്ത് നിൽക്കുന്നില്ല. കണക്ക് കൊണ്ട് നടന്ന് നിൽക്കില്ല. ഈ മകന്റെ വല്ല പകർച്ച വീണോണ്ടിരിക്കുന്നു. ആ അഗ്നി വന്ന് വീഴുന്നു. കണക്ക് കൂട്ടുന്നിടത്ത് നിൽക്കുകയില്ല. ഈ മകളുടെ മേലെ അഗ്നി വീഴുന്നു. അഗ്നി പിടിച്ചേ. അല്ല, അവരെ അത് തൊടുന്നു. അവരുടെ മേലെ അത് വീഴുന്നു. ദൈവശക്തി ആ മകളുടെ മേലെ വന്ന് അടിക്കുന്നു.
Jesus healing. പിടിച്ചോ, പിടിച്ചോ. കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണ്. കണക്കുകൂട്ടലിനപ്പുറത്ത് ഇവന്റെ മേലെ വീഴുന്നു. ചിന്താഗതികൾക്കപ്പുറത്ത്, കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത് കുഞ്ഞിനെ കൊടുത്തു, കുഞ്ഞിനെ കൊടുത്തു. കൈ ഉയർത്തി പിടിച്ചു. നിങ്ങളുടെ ചരിത്രം മാറുന്ന ഒരഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അടിക്കുന്നു. ആ മനുഷ്യന്റെ ചരിത്രം മാറുന്നു. കൈവച്ചോ, കൈവച്ചോ, കൈവച്ചോ. കൃപയാണേ, 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 കൃപയാണേ. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ കൈ ഉയർത്തി പിടിച്ചോ, കൈ ഉയർത്തി പിടിച്ചോ. കാര്യങ്ങൾ ദൈവം ഒന്നോ രണ്ടോ പേരുടെ മേലല്ല, ഒന്നോ രണ്ടോ പേരുടെ മേലല്ല, വിശ്വസിക്കുന്ന സകലരോടും യേശു പറയുന്നു, ചോദിക്കുന്നിടത്തല്ല ഇനി കാര്യങ്ങൾ, ചിന്തിക്കുന്നിടത്തല്ല ഇനി കാര്യങ്ങൾ, കണക്കുകൂട്ടലുകൾക്ക് അതീതമായി, ചിന്താഗതികൾക്ക് അതീതമായി, more than you imagine or more than you think, ചിന്തിക്കുന്നതിനപ്പുറത്ത്, കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത്. ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുന്നതൊക്കെ പൊളിഞ്ഞു പോകും. അതിനകത്തേക്ക് ദൈവമഹത്വം അങ്ങ് ഇറങ്ങുക, കർത്താവിന്റെ ഗ്ലോറി അങ്ങ് ഇറങ്ങുക. 124 പേര് ഇപ്പൊ ഇതിനകത്ത് ഓൾറെഡി സൗഖ്യമായി കഴിഞ്ഞു. അത്രമേൽ ആ മാറ്റം ബ്രദറിന്റെ മേൽ ഒരു വലിയ അഭിഷേകം ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. സ്വീകരിച്ചോ, രണ്ട് കൈ ഉയർത്തി സ്വീകരിച്ചോ. ഓ മകനെ, നീ ഇന്ന് കടന്നു പോകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതിന്റെ നടുവിൽ അതിനെ തരണം ചെയ്ത് എതിർത്തു തോൽപ്പിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി ഒരു അഭിഷേകം നിന്റെ അടുക്കലേക്ക് വരുന്നു. എന്നെ പിടിച്ചോളാം. എത്ര പേരത് വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ചോദ്യത്തിന്റെ ജീവിതം അല്ലത്, ചിന്തയുടെ ജീവിതം അല്ലത്, ഞെട്ടിപ്പോകാൻ പോവാ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഞാനെങ്ങനെ ഇവിടെ എത്തി, ഈ നാട്ടിൽ വരാൻ വേണ്ടി ഞാൻ എന്നാ ചെയ്തു എന്ന് ചോദിക്കുന്ന തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾക്ക് കാര്യങ്ങൾ സാക്ഷ്യം വഹിക്കും. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നടക്കാൻ പോവുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? ദൈവമഹത്വം ഇറങ്ങി നിൽക്കുന്നു. പഴയ വീട്ടിലോട്ട് തന്നെയാ തിരിച്ചു ചെല്ലുന്നേ. പക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോയി കഴിഞ്ഞു.
സാത്താന്റെ സകല ഗൂഢാലോചനകളും നിഷ്ഫലമായ അന്ധകാര ശക്തികൾ പലരെ നോക്കി നിലവിളിച്ച് പറയുന്നു, കൈവിട്ടുപോയി, കൈവിട്ടുപോയി, അവള് കൈവിട്ടുപോയി, അവൻ കൈവിട്ടുപോയി. കമോൺ കമോൺ കമോൺ, സ്വീകരിച്ചു അത്. അവനെ പിടിച്ചാ കിട്ടില്ല. എത്ര പേര് തയ്യാറാണ്? ഒരു ഭയങ്കര അഭിഷേകം വ്യാപരിക്കുന്നു കേട്ടോ. ഒരു ഭയങ്കര അഭിഷേകം ഇവിടെ വ്യാപരിച്ചാണ്. ആ നിൽക്കുന്ന പെൺകുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവാ. അവിടെ കർത്താവ് സൗഖ്യം. മോളെ ഓടിവാ, ഓടിവാ, ഓടിവാ. എന്നെ കൊണ്ട് കയറ്റിവിട. ഓ, അവളെ ഇങ്ങോട്ട് കയറ്റിവിട. എന്റെ അടുക്കിലേക്ക് വന്ന് നിൽക്ക്. നോക്കണേ, നാളിന്ന് വരെ ഈ കുഞ്ഞിന്റെ ജീവിതം മുടിച്ച് എവിടെ പോയാലും ഒരിടത്തും നിൽക്കാൻ കഴിയാതെ വെളിവാ, വാ, നീ വാ, 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 വായിഞ്ഞോട്, വായിഞ്ഞോട്, വായിഞ്ഞോട്. ഒരിടത്ത് നിൽക്കാൻ പറ്റാതെ ഈ കുഞ്ഞിനെ ഊര് ചുറ്റുന്ന പോലെ. ഇത് എന്നാ വിചാര? ഇത്തിരി നേരം നിൽക്കാൻ പോലും ജീവനില്ലാത്ത വിഷയം. തെറിക്കും ഇപ്പൊ ഈ ശരീരം. രണ്ടുപേരും വന്ന് പിടിച്ചോണം. തെറിക്കും ഇപ്പൊ ഈ ശരീരം. അതിൻ്റെ അകത്തുനിന്ന് പഴകിയ ദുരാത്മാക്കൾ അഴിഞ്ഞിളകിക്കൊണ്ടിരിക്കുക. അഗ്നി അങ്ങോട്ട് ഇറങ്ങട്ടെ. കർത്താവിന്റെ തീ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആ ലവ്ലി ഡോക്ടറെ, തലയിലോട്ട് കൈ അങ്ങ് വെച്ചോ. പൊട്ടുതോ? കണ്ടേ, 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 ഒന്ന് കണ്ടേ. അത് ഇളകുന്ന ഒന്ന് കണ്ടേ, അടിയുന്ന ഒന്ന് കണ്ടേ, 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 നിങ്ങളത് കണ്ടേ, 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 അത് കണ്ടേ, അത് കണ്ടേ, അത് കണ്ടേ, അത് ഇളകുക. കുഞ്ഞിനെ വിട്ട് ജീവിതം മുടിച്ചതാ, നഷ്ടപ്പെടുത്തിയതാ. നിലവിളിച്ച് പുറത്തു വാ. അഴിയുകയാണ് ആ പിശാചിന്റെ ബന്ധനങ്ങൾ, ആ സാധാന്യ മുഖങ്ങൾ. ഒരാളുടെ മേലല്ല കേട്ടോ, ഒരാളുടെ മേലല്ല കേട്ടോ. ഈ മകൾ ഇവിടെ വിടുവിക്കപ്പെടുമ്പോ തന്നെ ഒത്തിരി പേരെ ഇന്ന് കർത്താവ് വിടുവിക്കുക. ഒരുപാട് പേരുടെ കെട്ടുകളെ അഴിച്ചോണ്ടിരിക്കുക, ഒരുപാട് പേരുടെ കെട്ടുകളെ അഴിച്ചോണ്ടിരിക്കുക. ഒത്തിരി പേരുടെ മേൽ ദൈവമഹത്വം അടിച്ചോണ്ടിരിക്കുക. ആണ്ടെ, ആണ്ടെ ഇളകുന്നു, ആണ്ടെ ഇളകുന്നു. വേഗം കൊണ്ടുവാ, വേഗം കൊണ്ടുവാ, വേഗം കൊണ്ടുവാ. പിടിച്ചോണ്ട് വാ, പിടിച്ചോണ്ട് വാ. ചുമന്നോണ്ട് വാ, ചുമന്നോണ്ട് വാ. ഇതിനെ മാറ്റിക്കോ, ഇതിനെ മാറ്റിക്കോ, ഇതിനെ മാറ്റിക്കോ. കൊണ്ടോക്കോ. നിർത്തിക്കേ, നിർത്തിക്കേ. കൈകൾ നോയിക്കോണേ, നോയിക്കോണേ, ഇപ്പൊ നോയിക്കോണേ. കൈകൾ, കൈകൾ ബലഹീനമാവട്ടെ. വിട്ടാരെ, കൈയൊന്ന് വിട്ടാരെ, കൈയൊന്ന് വിട്ടാരെ, കൈയൊന്ന് വിട്ടാരെ, കൈയൊന്ന് വിട്ടാരെ. കഴിഞ്ഞു. 22 വർഷം കഴിഞ്ഞു. Get out. Okay. Okay. Get out. Wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. There is power, power, wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb.
വർഷിപ്പിന്റെ ഒരു പുതിയ കാലം ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞ ആഴ്ച. വിശ്വസിക്കാൻ കഴിയുമോ? ഹിൽ സോങ് ഒന്നും അല്ലാതെ there is power, wonder working power in the blood of the Lamb. There is power, wonder working power in the precious blood of the Lamb. Undu shakti adbhuta shakti Yeshuve raktata. Undu shakti adbhuta shakti Yeshu Krishna namathina. Undu shakti adbhuta shakti Yeshuve raktata. Undu shakti adbhuta shakti Yeshu Krishna namathina. കരമുയർത്തി ഇപ്പോൾ 17 ശരീരങ്ങളിൽ നിന്ന് ദുരാത്മാക്കൾ ഇപ്പൊ ഇളകാൻ പോവുകയാണ്. കേട്ടോ, 17 ശരീരങ്ങളിൽ നിന്ന് ദുരാത്മാക്കൾ ഇപ്പൊ ഇളകാൻ പോവുക. കണ്ടോണേ, കണ്ണുകളെ അടച്ചോ, കണ്ണുകളെ അടച്ചോ. 17 ശരീരങ്ങൾ പൈശാചിക ദണ്ഡനത്തിന്റെ കീഴിൽ. മോളെ, എന്താ നിന്റെ പേര്? ഇനി വന്നേ. എന്നാ നിന്റെ പേര്? മേരിക്കുട്ടി. കർത്താവ് നിന്നെ രക്ഷിച്ചടാ മോനെ. യേശു നിന്നെ രക്ഷിച്ചടാ. Jesus Christ, you are ഞാനല്ല രക്ഷിച്ചത്. കർത്താവാ രക്ഷിച്ചത്. എന്റെ കാലെ പിടിക്കല്ലേ മോനെ. കർത്താവാ നിന്നെ രക്ഷിച്ചത്. യേശുവാ നിന്നെ രക്ഷിച്ചത്. യേശു കർത്താവാ നിന്നെ രക്ഷിച്ചത്. and worthy to be ഈ മകൾക്കായിട്ടൊന്ന് സ്തോത്രം ചെയ്തേ. ഓ ഹല്ലേലൂയ. കണ്ണുകളെ അടച്ചേ. 17 ശരീരങ്ങളിൽ നിന്ന് ഇപ്പോൾ പൈശാചിക ബാധകൾ പുറത്തു വരികയാണ് യേശുവിന്റെ നാമത്തിൽ. കണ്ടോണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അധികാരമുള്ള നാമത്തിൽ ശരീരങ്ങൾ ഇപ്പോൾ സ്വതന്ത്രമാവട്ടെ. കഴിഞ്ഞു തുടങ്ങി. നിലവിളികൾ തുടങ്ങിക്കഴിഞ്ഞു. അവളെ കെട്ടുപൊട്ടുകയാ. ആണ്ടേ 2 1 2 അഴിയുന്നു. ഇഞ്ഞു കൊണ്ടുപോവാ. വലിയ വിടുതലാ അതിന്റെ. ഇനി 15 കുടുംബങ്ങൾ ഇവിടെ. എടുത്തോ ഇഞ്ഞു കൊണ്ടുപോരെ. when his spirit overcomes me. When the spirit overcomes me. When the spirit overcomes ഈ പാവത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തി, ജീവിതം നഷ്ടപ്പെടുത്തി, തല മുഴുവൻ വെട്ടിപ്പൊളക്കുന്ന പോലെ പൊട്ടുകയാ. ഇവളെ കർത്താവ് വിടുവിക്കയാ. ഈ കുഞ്ഞിന്റെ അനുഗ്രഹിത ഭാവി ഞാൻ കാണുന്നു. കാര്യങ്ങൾ കൈവിട്ട് പോവാ. മൊബൈല് വേണ്ട മോനെ. ആണ്ടെ ഓരോന്ന് പൊഴിഞ്ഞു വീണോണ്ടിരിക്കുക. ഇതൊരു സാധാരണ ഞായറാഴ്ചയല്ല. ഇനി അങ്ങോട്ട് സാധാരണ ഞായറാഴ്ചകളില്ല. പൊക്കിയെടുത്തോ, ഇതിനെ പൊക്കിയെടുത്തോ.
നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ജീസസ് കണ്ടോടാ, ആ നാമം പറയുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത കണ്ടോണ്. യേശു, യേശു, യേശു. നിങ്ങൾ എല്ലാവരോടും ചേർന്ന നാമം ഒന്ന് പറഞ്ഞേ. യേശു. പിടിച്ചോണം, പിടിച്ചോണം, ഇതിനെ പിടിച്ചോണം. കീഴടങ്ങുക ആ നാമത്തിന് മുമ്പിൽ. വിളിച്ചു പറഞ്ഞു ആ നാമം. Every knee shall bow, every tongue confess that Jesus Christ is Lord. Amen. എല്ലാ മുട്ടും മടങ്ങി എല്ലാ നാവും പാടി യേശു Every knee shall bow, every tongue confess that Jesus Christ is Lord. യേശുവേ രാജാവേ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവനേ. ആ മകളെ സ്വതന്ത്രമാവും. ആ തലയിലോട്ട് കൈവച്ച്, ആ കൈവച്ചോ കൊണ്ടേ പെറുക്കി പെറുക്കി പിടിച്ചോ. എല്ലാ മുട്ടും മടങ്ങി എല്ലാ നാവും പാടി യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങി എല്ലാ നാവും പാടി യേശു മാത്രം കർത്താവ്. പിശാചുക്കളെല്ലാം പമ്മിയിരിക്കുക, രാജാവേ ഇളകി മറിയുന്നു. മരണത്തെ ജയിച്ചെഴുന്നേറ്റോരേ തോമാച്ചാ, യേശുവേ രാജാവേ. ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട. അവിടെ ഉണ്ടല്ലോ അഭിഷിക്തന്മാര്. വെക്കടാ മോനെ, തലയോട് കായ് വെക്കടാ. ഇറങ്ങി ഇങ്ങോട്ട് വരാൻ പറ. കള്ള പിശാച് കുഞ്ഞേ, എന്നാ മോന്റെ പേര്? മിൽഖ. മിൽന. എന്നതിലോട്ടെ ഞാൻ നിന്നെ മേരി അങ്ങ് വിളിക്കുക. ബുദ്ധിമുട്ടുണ്ടോ? മേരി കുഞ്ഞെ, നിന്റെ ചരിത്രം മാറിയിട. നീ എന്തിനാ ഈ പൊട്ടക്കണ്ണാടി വെക്കുന്നേ? ഇതെല്ലാം സൗഖ്യമായിടാ മക്കളെ. കർത്താവ് നിന്നെ സൗഖ്യമാണ്. യേശു നിന്നെ വിടുവിച്ച് കഴിഞ്ഞു. നീ പോയി നിന്റെ ഐ ടെസ്റ്റ് ചെയ്തിട്ട് വാ. കർത്താവ് നിന്നെ തൊട്ട്. ഇവളുടെ അമ്മ വന്നിട്ടുണ്ടോ? ഇവളുടെ അമ്മ വന്നിട്ടുണ്ടോ? അവരെ കൂടെ എനിക്ക് വെങ്കറ്റ് 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 വെങ്കറ്റ്. ഇവരുടെ അമ്മയാണോ? വെങ്കറ്റ് വെങ്കറ്റ് വേഗം വേഗം ഓടിക്കൊണ്ടു ഓടിക്കൊണ്ടു വാ. ഓ, അഴിയാൻ വിഗ്രതപ്പെടുവാതെ. കുടുംബത്തിൽ, ഈ കുടുംബത്തിൽ നിന്റെ ടൈം കഴിഞ്ഞു. ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ ഈ കുടുംബം വിട്ട്. ഒത്തിരി അനുഭവിച്ചു വരാൻ. പൊട്ടുന്നു, ആ മുഖങ്ങൾ പൊട്ടുന്നു, പൊട്ടുന്നു. ആ പൊട്ടി വീഴട്ടെ. ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. ഈ വീട്ടിൽ നിന്ന് വിടുതല. ഈ കുടുംബത്തിനായിട്ടൊന്ന് സ്വതന്ത്രം ചെയ്തോ. ഇനിയുണ്ട് 14 വ്യക്തികൾ ഇവിടെ സ്വതന്ത്രമാകാൻ. ദുർഭൂത ബന്ധനത്തിന്റെ പിശാച് കെട്ടിവെച്ച 14 എണ്ണത്തിന്റെ കൂടെ കെട്ടിപ്പോ പൊട്ടിക്കൊണ്ടിരിക്കുക. ഭയത്തിന്റെ ദണ്ഡനത്തിൽ
അടിമപ്പെടുത്തി വെച്ചതിന്റെ കെട്ടുകൾ പൊട്ടിക്കൊണ്ടിരിക്കുക. കണ്ണുകളെ അടച്ചോ, കരങ്ങളെ ഒന്ന് ഉയർത്തി പിടിച്ചോ. Every nation, every tongue confess that Jesus Christ is Lord. വോളണ്ടിയേഴ്സ് അവിടെ ഇവിടെ തയ്യാറായി നിന്നോ. അഴിഞ്ഞു വീണോണ്ടിരിക്കുക. Every tongue confess അവിടെ ഇവിടങ്ങളിൽ നിന്ന് നിലവിളി ഉയരും. Jesus Christ is Lord. He is Lord. ആഴിയട്ടെ. He is Lord. He has risen from the dead and he is രാജു ബ്രദറെ, Lord. ആ മകളുടെ മേൽ നിന്ന് കെട്ടുപൊട്ടുന്നു. അവളുടെ ചങ്ങലകളെ യേശു അഴിക്കുന്നു. ഓ, ആണ്ടേ 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 ആണ്ടേ. ആ ആ അവളുടെ നാവിന്റെ കെട്ടഴിയുന്നു. എന്നെ ഞാൻ കൊണ്ടുപോവാ, എന്നെ ഞാൻ കൊണ്ടുപോവാ, ഇനി പിടിച്ചോണ്ട് വാ, ഇനി പിടിച്ചോണ്ട് വാ. ഇവിടെ ആരാ കൊണ്ടുവന്നേ? അവരെ കൊണ്ട് വാ. ഇവൾക്ക് എന്നെ പറ്റിയതാ? ഓ, ഓൾറെഡി സൗഖ്യമായി. It's already healed. It's already healed. No need to come forward. ഇരുന്നേ, ഒന്ന് ഇരുന്നേ. യേശു മാത്രം കർത്താവെന്ന് every nation, every tongue confess that വിട്ടേരെ. Jesus Christ is Lord. സായിപ്പ പോവാണോ? പ്രിയ പിതാവേ, ഇന്ന് ഓൺലൈവായിട്ട് ഈ ശുശ്രൂഷകളെ വീക്ഷിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടെലിവിഷൻ ചാനലുകളിലൂടെ ഈ ശുശ്രൂഷ വീക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ഇപ്പോൾ തന്നെ ആ മഹത്വത്തിന്റെ വലിപ്പം ഓരോ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. കണക്ക് കൂട്ടലുകൾക്ക് അതീതമായ, ചിന്താഗതികൾക്ക് അതീതമായ അഭിഷേകം നിന്റെ മക്കളുടെ മേൽ വീഴട്ടെ. ഭൂതങ്ങളെ പുറത്താക്കുന്നവരായും രോഗികളെ സൗഖ്യമാക്കുന്നവരായും ഈ നിന്റെ മക്കൾ മാറട്ടെ. അതിനായിട്ട് നന്ദി. പ്രത്യേകിച്ച് ചോദിച്ച് മടുത്തവരെന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണക്കുകൂട്ടലുകൾക്ക് അതീതമായ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിന്റെ മക്കൾ കണ്ണാലെ കാണട്ടെ, ചെവിയാലെ കേൾക്കട്ടെ, കരത്താലെ അനുഭവിക്കട്ടെ. അതിനായിട്ട് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തുക. നിങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസങ്ങളും ചോദിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കാത്ത ദിവസങ്ങളാണ്, ചിന്തിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കാത്ത ദിവസങ്ങളാണ്, അനുമാനിക്കാത്തിടത്ത് കാര്യങ്ങൾ നിൽക്കാത്ത ദിവസങ്ങളാണ്. അതിനായിട്ട് കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. സ്റ്റേ ബ്ലെസ്ഡ്. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ എല്ലാ നടത്തിപ്പും നമ്മുടെ മേലയച്ചത് കൊണ്ട് കരങ്ങളെ അടിച്ചുകൊണ്ട് ശക്തിയോടെ യേശുവിനെ നന്ദി പറയാം. താങ്ക് യു.